ഹലോ ഫ്രണ്ട്സ്, ഞാൻ അബു നാഫിയ. എല്ലാവർക്കും 7 സ്റ്റാർ മീഡിയയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി നാം ഉപയോഗിക്കുന്ന വാട്സപ്പ് ഒരുപാട് പുതിയ അപ്ഡേഷൻ നൽകിക്കൊണ്ട് തകർത്ത് തിമിർത്ത് നിൽക്കുകയാണ്. ഒരുപാട് നല്ല പുതിയ അപ്ഡേറ്റുകൾ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന അപ്ഡേറ്റുകൾ വാട്സപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ മിക്ക കൂട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാവും, എങ്കിലും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മുടെ വാട്സപ്പിൽ നമുക്ക് റീപ്ലൈ നൽകാൻ ഉള്ള ഒരു ഓപ്ഷൻ തന്നെ ഉണ്ട്. നാം ആദ്യമൊക്കെ ഒരു മെസ്സേജിന് റീപ്ലൈ നൽകുമ്പോൾ അതൊന്നിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ച് ഈ ലെഫ്റ്റ് ഭാഗത്ത് കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടിട്ടാണ് ഇവിടെ മെസ്സേജുകളൊക്കെ ടൈപ്പ് ചെയ്ത് അയക്കാറുള്ളത്. എന്നാൽ അതിന് പകരമായിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വളരെ യൂസ്ഫുള്ളായിരിക്കുന്ന ഒരു ടിപ്സാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഈ ഒരു മെസ്സേജിന് നാം റീപ്ലൈ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഇടത് ഭാഗത്തു നിന്ന് വലത് ഭാഗത്തേക്കൊന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റീപ്ലൈ കൊടുക്കാനുള്ള ഭാഗം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട മെസ്സേജ് അവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് റീപ്ലൈ കൊടുക്കാം. അതുപോലെ തന്നെ നാം മറ്റാർക്കെങ്കിലും ഒരു മെസ്സേജ് ഗ്രൂപ്പുകളിലോ അതല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഫ്രണ്ട്സുകൾക്കൊക്കെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നാം ലിങ്കുകൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ആ ലിങ്ക് ഷെയർ ചെയ്ത ഉടനെ തന്നെ നമ്മുടെ വാട്സപ്പിൽ വെച്ചുകൊണ്ട് തന്നെ അത് പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി വാട്സപ്പിൽ പുതിയതായിട്ട് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നാം ഇങ്ങനെ ഒരു ലിങ്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് സെൻഡ് ചെയ്ത് കൊടുത്താൽ ഇനി നമുക്ക് ഇവിടെ ഈ വാട്സപ്പിൽ വെച്ചുകൊണ്ട് തന്നെ ആ വീഡിയോസ് വാച്ച് ചെയ്യാം. നമുക്ക് വാട്സപ്പിൽ മറ്റുള്ള ആളുകളുമായി കൂടെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ വീഡിയോ വാച്ച് ചെയ്യാം. എൻ്റെ നെറ്റ് ഒരല്പം സ്ലോ ആണ്, പുതിയ വാട്സപ്പിലുണ്ട്. ഇനി ഇത് നമുക്കിങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ട് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും കൊണ്ടുവരാൻ കഴിയും. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇത് മാറ്റിക്കൊണ്ട് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. അങ്ങനെ ഒരു സംവിധാനം, ഒരു ഓപ്ഷൻ വാട്സപ്പിലുണ്ട്. അതുപോലെ തന്നെ നെറ്റ് ഓഫാക്കിക്കൊണ്ട് നാം നെറ്റ് ഇല്ലാത്ത സമയത്ത് നമ്മുടെ വാട്സപ്പിൽ വോയിസുകൾ അയക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ അത് അയച്ച അവിടെ തന്നെ കണ്ടിരുന്നു. ഇപ്പോൾ അത് ഞാൻ നെറ്റൊന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. നെറ്റ് ഓഫാക്കുന്ന സമയത്ത് ആ വോയിസ് നമുക്ക് സെൻഡായി കാണില്ല. ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് ഒരു വോയിസ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ ഇനി ഇത് ഇപ്പം നെറ്റ് ഓഫാണ്, അത് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇവിടെ ഡിലേറ്റ് ആയിട്ടാണ് കാണുക. അതൊരു ചെറിയൊരു പോരായ്മ തന്നെയാണ്, പുതിയ അപ്ഡേഷനിൽ വന്ന ഒരു ചെറിയ പോരായ്മയാണ്. നെറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ വോയിസുകളും മറ്റ് മെസ്സേജുകളല്ല വോയിസ് നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ വാട്സപ്പിൽ ടൈപ്പ് ചെയ്യുകയാണ്. ഈ ടൈപ്പ് ചെയ്തുകൊണ്ട് ഇനി ഇത് അടുത്ത ലൈന് നമുക്കിവിടെ വരണമെങ്കിൽ സാധാരണ നമ്മുടെ കീബോർഡിൽ ഒരു ഓപ്ഷൻ കാണിക്കാറുണ്ട്. ചില ആളുകളുടെ വാട്സപ്പിൽ ആ ഓപ്ഷൻ കാണിക്കുന്നില്ല. ഈ താഴ്ഭാഗത്ത് ഒരു നെക്സ്റ്റ് ലൈനിൻ്റെ ചിഹ്നം വരലുണ്ട്, അത് ഇവിടെ കാണിക്കുന്നില്ല. ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കുമ്പോൾ നേരെ സെൻഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ അടിയിൽ സെൻഡ് ബട്ടൻ്റെ താഴെ മുകളിലായിക്കൊണ്ട് ഒരു നെക്സ്റ്റ് ലൈൻ കീ കാണാം, അത് കാണുന്നില്ല. ഓക്കെ, അത് കാണാത്ത ആളുകൾക്കുള്ള ഒരു ചെറിയ ടിപ്സും കൂടെ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ വാട്സപ്പിൽ സെറ്റിങ്സിൽ നാം പോവുക, സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ ഇവിടെ കാണാം ചാറ്റ്സ് എന്ന് കാണാം, അതിൽ ഓക്കെ കൊടുക്കുക. അതിൽ ഓക്കെ കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാം എൻ്റർ ഈസ് സെൻഡ് എന്ന്. അവിടെ ഒരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടാവും. ആ ടിക്ക് മാർക്ക് ഒന്നാണ്ട് ഒഴിവാക്കുക. ആ ഒഴിവാക്കിയതിന് ശേഷം നാം വാട്സപ്പിൽ വന്നുകൊണ്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കെന്ത് ചെയ്യും, ഇവിടെ താഴെ ഓക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ലൈനിലേക്ക് പോകാനുള്ള കീ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ നമ്മുടെ വാട്സപ്പിൽ പുതിയ അപ്ഡേഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായ പുതിയ ഒരു വീഡിയോയുമായി ഉടനെ തന്നെ ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.